SFIO എന്നുള്ളത് EDക്ക് ശേഷം, ഇൻകം ടാക്സിനു ശേഷം, NIAക്ക് ശേഷം, CBIക്ക് ശേഷം വിവിധ കേന്ദ്ര ഏജൻസികൾ, സാധ്യമായ എല്ലാ കേന്ദ്ര ഏജൻസികളും എത്തി ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ പൊന്തി വിളയാടിയത് നമ്മൾ കണ്ടതാണ്. എല്ലാ ഏജൻസികളും എത്തി. എല്ലാ ഏജൻസികളും എന്ന് പറയുന്നത് ചെറിയ ഏജൻസികളല്ല, എല്ലാം കേന്ദ്ര ഏജൻസികളാണ്. ഏജൻസികൾ വിളയാടി പോകുന്നതല്ല നമ്മൾ കാണുന്നത്. എവിടേക്ക് കയറി പിടിക്കുന്നത്? ലൈഫ് മിഷനിൽ കയറി പിടിച്ചു. അവിടെ മുതൽ അങ്ങോട്ട് തുടങ്ങിയതാ. ഒടുവിൽ ആ കേസ് എവിടെ എത്തി? സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഏതൊക്കെ ഏജൻസികളാ? എണ്ണ വിട്ട് നമുക്ക് പറയാം. എത്തിയില്ലേ CBI, എത്തിയില്ലേ ED, എത്തിയില്ലേ ഇൻകം ടാക്സും EDയും കസ്റ്റംസ് എത്തിയില്ലേ? നോക്കൂ, ഇനി ഏത് ഏജൻസി എന്ന് നമ്മൾ ആലോചിച്ചിരുന്നപ്പോഴാണ് എന്റെ മാധ്യമ ജീവിതത്തിൽ ഞാൻ ഇന്നേ വരെ വളരെ ഗൗരവമേറിയ SFIO ഒരു ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയമായി ഉപയോഗിക്കപ്പെട്ടതായിട്ടൊരു വാർത്ത എന്റെ അറിവിലുണ്ടായിരുന്നില്ല. ഒരുപക്ഷെ ഉണ്ണി ബാലകൃഷ്ണനും ഉണ്ടായിരുന്നില്ല. മുതിർന്ന മാധ്യമ പ്രവർത്തകർ ആരും തന്നെ കാര്യമായി കേൾക്കാത്ത ഒരു വലിയ രാഷ്ട്രീയ സാധ്യത SFIOയുടെ അന്വേഷണത്തിലുണ്ടെന്ന് തിരിച്ചറിഞ്ഞു. യഥാർത്ഥത്തിൽ ആ തല ചെറിയ തലയല്ല. നോക്കൂ, EDയെ എങ്ങനെയാണ് രാഷ്ട്രീയമായി വേട്ടയ്ക്ക് ഉപയോഗിച്ചത്? സ്വതന്ത്ര ഇന്ത്യ കണ്ടതല്ലേ നമ്മൾ? CBI മാത്രമായിരുന്നല്ലോ ആദ്യ കാലഘട്ടത്തിൽ നമ്മൾ കൂട്ടിലടച്ച തത്ത എന്ന് പറയുകയും പിന്നീട് CBI രാഷ്ട്രീയ വേട്ടയാടൽ ഉപയോഗിക്കുന്നു എന്നുള്ള രാഷ്ട്രീയ നിരീക്ഷണം ഉണ്ടാവുകയും ചെയ്തത്. ആദ്യഘട്ടങ്ങളിലൊക്കെ പോലീസായിരുന്നു, പിന്നീട് അത് CBI ആയി, പിന്നീട് അത് സാവധാനം ED ആയി, പിന്നീട് അങ്ങോട്ട് വന്നപ്പോൾ ഇൻകം ടാക്സ് ആയി. ഇൻകം ടാക്സ് എന്ന റേഡിയോകൾ വളരെ ധാരാളം നടക്കുന്ന കേസുകളുണ്ട്. എന്നാൽ പിന്നീട് നമ്മൾക്ക് പേര് അറിയാവുന്നതും അറിയാത്തതുമായ കേന്ദ്ര ഏജൻസികൾ വന്ന് സ്വാഭാവികമായും അന്വേഷിച്ചുകൊണ്ടിരിക്കുക. എന്താ ഏറ്റവും ഒടുവിൽ SFIO വരുന്നത്? SFIOക്ക് മുമ്പ് ROCയുടെ ഒരു വരവുണ്ടായിരുന്നല്ലോ. ROCയിലെ ഈ കേസിൽ, രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അല്ലേ ഈ കേസിൽ ആദ്യമായി 210 പ്രകാരം അന്വേഷിക്കാൻ വേണ്ടി തീരുമാനിച്ചത്? ആ അന്വേഷണം പൂർത്തിയാവുന്നതിന് മുമ്പല്ലേ 212 പ്രകാരം ROC പോരാ എന്ന് പറയുന്നത് SFIO പോരുന്നത്. അപ്പോൾ എന്റെ ആദ്യത്തെ സബ്മിഷൻ എന്ന് പറയുന്നത്, സ്വർണ്ണക്കടത്ത് കേസിൽ എല്ലാവിധ കേന്ദ്ര ഏജൻസികളെയും ഉപയോഗിച്ച് കൊടുക്കാൻ ശ്രമിച്ചിട്ടും കൊടുക്കാതിരിക്കുകയും, കൊടുക്കുന്തോറും കുരു കഴിഞ്ഞു പോവുകയും, ഒടുവിൽ ഇത് സ്വയം തിരിച്ചടിയാകുമെന്ന ഒരു ഘട്ടം എത്തുകയും, ആ സ്വർണം എവിടെ നിന്ന് വന്നു, എങ്ങോട്ട് പോയി എന്ന രണ്ട് പ്രധാനപ്പെട്ട ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനാവാതെ നടുക്കടലിൽ പെട്ടുപോയ അന്വേഷണ ഏജൻസികൾ കൈകാലിട്ടടിച്ച് അതിലെ സ്വപ്ന സുരേഷിനെ ഒടുവിൽ BJPയുടെ പോഷക സംഘടനയിലേക്ക് ചേർത്ത് മുഖം രക്ഷിച്ചുകൊണ്ട് പോയി നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതിലൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, നമ്മൾ കണ്ടതെല്ലാം കേവലം രാഷ്ട്രീയ പ്രഹസനങ്ങൾ മാത്രമായിരുന്നു എന്നുള്ളത് സെലക്ടീവ് ലീക്കേജിലൂടെ, EDയുടെ ഓഫീസിൽ നിന്ന് ലഭിച്ച സെലക്ടീവ് ലീക്കേജിലൂടെ വാർത്താ തലക്കെട്ടുകൾ ആഘോഷിച്ച ഒരു രാഷ്ട്രീയ അസംബന്ധ നാടകമായിരുന്നു സ്വർണ്ണക്കടത്തെന്ന് ഇന്ന് കേരളത്തിൽ ഏതൊരു കൊച്ചുകുട്ടിക്കും അറിയാം. ഒരു കൊച്ചുകുട്ടി പോലും ഇന്ന് സ്വർണ്ണക്കടത്തിന്റെ പേരിൽ, സ്വർണ്ണക്കടത്തെന്ന് കേട്ടാൽ ആദ്യം ഓർമ്മ വരുന്നത് ഈ അസംബന്ധ നാടകമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇപ്പോൾ നടക്കുന്നത് ഒരു രാഷ്ട്രീയ അസംബന്ധ നാടകത്തിന്റെ രണ്ടാമത്തെ ഭാഗമാണ്. സ്വർണ്ണക്കടത്തിനു ശേഷം നടക്കുന്ന രാഷ്ട്രീയ അസംബന്ധ നാടകത്തിന്റെ രണ്ടാം ഭാഗമാണ്. എന്തുകൊണ്ടാണ് ഞാനിത് പറയാനുള്ള കാരണം? നോക്കൂ, SFIO എന്ന് പറയുന്ന അന്വേഷണ ഏജൻസി, എനിക്ക് സ്മൃതിയോടുള്ള വിയോജിപ്പ് അവിടെയാണ്. SFIO എന്ന് പറയുന്ന ഒരു ഏജൻസിക്ക് ഏതൊക്കെ വിഷയങ്ങളിലാണ് അന്വേഷിക്കാൻ കഴിയുക? ഒരു കമ്പനിയുടെ, ഞാൻ ഇന്നലെ വളരെ വിശദമായി തന്നെ നമ്മൾ പ്രേക്ഷകരോട് വിശദീകരിച്ചതാണ്. SFIO എന്ന് പറയുന്ന ഏജൻസിക്ക് 447 212 പ്രകാരമാണ് അന്വേഷിക്കുന്നതെങ്കിലും 447 പ്രകാരം ഒരു കമ്പനിക്കെതിരെ കേസ് എടുക്കുമ്പോൾ അതിലൊരു ഫ്രോഡുലന്റ് ആക്ടിവിറ്റി നടന്നിരിക്കണം എന്നുള്ളതാണല്ലോ. ഞാൻ ഈ കേസിൽ SFIO കേസ് എടുക്കുമ്പോൾ ഡൽഹി ഹൈക്കോടതിയിൽ ഒരു കേസ് ഇപ്പോഴും നിലവിലുണ്ട് എന്നുള്ള കാര്യം പുറം ലോകം അറിയണ്ടേ? അതല്ലേ യഥാർത്ഥത്തിലുള്ള ഫാക്ട്? എന്താണ് ഡൽഹി ഹൈക്കോടതിയിൽ CMRL കൊടുത്തിരിക്കുന്ന ഹർജി? ഈ SFIOയുടെ അന്വേഷണം ഇന്റരിം സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ടിനെ അധികരിച്ചുകൊണ്ടാണ്. ആകെ ഈ SFIOയുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഡോക്യുമെന്റ് എന്ന് പറയുന്നത് ഇന്റരിം സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ടാണ്. ഇന്റരിം സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ട് ഉപയോഗിച്ചുകൊണ്ട് തുടർ പ്രോസിക്യൂഷൻ സാധ്യമാണോ എന്നതാണ് ചോദ്യം. തുടർ പ്രോസിക്യൂഷൻ നിയമപരമായി സാധ്യമല്ല എന്നതാണ് CMRL ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. ഇൻകം ടാക്സിന്റെ 245 സെക്ഷൻ 1 പ്രകാരം ഇന്റരിം സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ടിനെ ആധാരമാക്കിക്കൊണ്ട് തുടർ പ്രോസിക്യൂഷൻ സാധ്യമല്ല. പക്ഷേ അവിടെ എന്താ SFIO മറുപടി പറഞ്ഞത്? കോടതി എന്താണ് ആ വിഷയത്തിൽ ഒരു സ്റ്റേ അനുവദിക്കാഞ്ഞത്? ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു അനുമതി കിട്ടിയിട്ടുണ്ട് അത് ഉപയോഗിച്ചുകൊള്ളാൻ. അത് സാങ്കേതികമായിട്ടുള്ള അനുമതി മാത്രമാണ്, നിയമപരമായിട്ടുള്ള അനുമതിയല്ല. ഇതാണ് ഇനിയിപ്പോൾ ഹൈക്കോടതിയിൽ കേൾക്കാൻ പോകുന്ന വാദം. അതായത് ഈ അന്വേഷണത്തിന് ഇപ്പോൾ നിയമസാധുത പൂർണ്ണമായും ഹൈക്കോടതി കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു കേസിൽ, ഹൈക്കോടതി ഈ കേസ് പരിഗണിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജസ്റ്റിസ് ചന്ദ്രധാരി സിംഗ് അലഹാബാദ് ഹൈക്കോടതിയിലേക്ക് മാറിപ്പോയി. വിധി പറയാനിരിക്കുന്നതിന് തൊട്ട് മുമ്പാണ് സ്ഥലമാറ്റം. അങ്ങനെ അലഹാബാദ് ഹൈക്കോടതിയിലേക്ക് ഈ ചന്ദ്രധാരി സിംഗ് മാറിപ്പോകുമ്പോൾ പകരം വരുന്ന ഗിരീഷ് കത്പാലി എന്ന് പറയുന്ന ജഡ്ജിയുടെ ബെഞ്ചിലാണ് ഈ കേസ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അഥവാ കേൾക്കാൻ പോകുന്നത്. കേട്ടു തുടങ്ങിയിട്ടില്ല പുതിയ ജഡ്ജി. ജൂലൈ മാസത്തിലാണ് CMRLന്റെ ഈ തടസ്സ ഹർജി കേൾക്കാൻ പോകുന്നത്. ഇന്റരിം സ്റ്റേ അനുവദിച്ചിട്ടില്ലെന്നേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ഈ കേസിൽ ഏതെങ്കിലും തരത്തിലൊരു എതിർ റിമാർക്ക് വരുന്നതിന് മുൻപ് ഈ SFIO ഈ അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോവുകയും ഈ FIR രജിസ്റ്റർ ചെയ്ത് കുറ്റപത്രം സമർപ്പിച്ച് വാർത്താ തലക്കെട്ടുണ്ടാക്കണം. ഇനി ഡൽഹി ഹൈക്കോടതിയുടെ വിധി തിരിച്ചാണെങ്കിൽ ഈ SFIO ഇപ്പോൾ എക്കണോമിക് ഒഫൻസ് കോടതിയിൽ കൊടുത്തിരിക്കുന്ന കേസ് നിൽക്കുമോ? അതായത് SFIOയുടെ അന്വേഷണത്തിന്റെ കുറ്റപത്രം എക്കണോമിക് വിങ്സിൽ എക്കണോമിക് വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്ത കോടതിയിൽ കൊടുക്കുമ്പോൾ ഗിരീഷ് കത്പാലിയുടെ വിധി ഓഗസ്റ്റിൽ വരുന്നു എന്ന് കരുതുക. ഇത് അന്വേഷിക്കാൻ കഴിയില്ല, SFIOയുടെ അന്വേഷണം അസാധുവാണെന്ന് പറഞ്ഞാൽ ഈ കേസ് നിലനിൽക്കുമോ? അപ്പോൾ എന്തുകൊണ്ടാണ് ഡൽഹി ഹൈക്കോടതിയുടെ ഉത്തരവിനെ കാത്തു നിൽക്കാതെ SFIO തിടുക്കപ്പെട്ട ഒരു കുറ്റപത്രം ഇന്റരിം സ്റ്റേ കിട്ടിയതിന്റെ മിനിറ്റുകൾക്കുള്ളിൽ കൊടുത്തത്? എന്തുകൊണ്ടാണ്? CMRL പോയോ? കർണാടകയിൽ വീണ പോയി. അതാണ് ഇവിടെ CMRL പോയി.
എവിടെയാ? CMR എവിടെയാണ്? ഡൽഹി പോയി. ആ കേസ് തീർന്നോ? അല്ല, തീർന്നിട്ടില്ല. ഞാൻ പറയുന്നത് ഈ സമയത്തൊക്കെ SFI ഒരു അന്വേഷണം ഏറ്റെടുത്ത് SFI അന്വേഷണമായി മുന്നോട്ട് പോകുന്നു. ഈ പറയുന്ന വീണയിൽ നിന്നും മൊഴി എടുത്തിരിക്കുന്നു. ഈ കാര്യങ്ങൾ പൂർത്തിയാക്കിയ ശേഷമാണ് കുറ്റപത്രം അവിടെയാണ് പ്രശ്നം. ഈ കേസുമായി ബന്ധപ്പെട്ട് SFIക്ക് കേസ് തന്നെ അന്വേഷിക്കാൻ കഴിയില്ല എന്ന നിലപാടുമായി CMR എന്ന് പറയുന്ന കമ്പനി, ആ കമ്പനിയാണല്ലോ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കമ്പനി. ആ കമ്പനിയിലാണല്ലോ ഫ്രോഡ് നടന്നിരിക്കുന്നത്. ആ കമ്പനിക്കെതിരെയാണല്ലോ അന്വേഷണം. ആ കമ്പനിയിലെ ശശിധരൻ കർത്തയുടെ ബന്ധുക്കൾക്കെതിരെയാണല്ലോ ബാക്കി എല്ലാ കേസുകളും. ശശിധരൻ കർത്തയുടെ ബന്ധുവല്ലാതെ ഈ കേസിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഏക വ്യക്തി വീണ തൈക്കണ്ടിയാണ്. അതുകൊണ്ട് അതിന് രണ്ടാം ഭാഗത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഹൈക്കോടതി, ഡൽഹി ഹൈക്കോടതിയുടെ ഉത്തരവ് വരുന്നതിന് മുമ്പ് തിടുക്കപ്പെട്ട് ഇങ്ങനെ ഒരു കംപ്ലൈന്റ് എക്കണോമിക് ഒഫൻസ് കൈകാര്യം ചെയ്യുന്ന കോടതിയിൽ SFIO കൊടുക്കുന്നത് എന്തുകൊണ്ട് എന്നുള്ളതാണ്. ഡൽഹി ഹൈക്കോടതി എന്തിനാ 1.5 വർഷം വെയിറ്റ് ചെയ്തത്? ഡൽഹി ഈ പറയുന്ന ഹൈക്കോടതിയുടെ ക്ലിയറൻസ് കിട്ടണം. അവിടെ എന്താ ഈ ജഡ്ജ് സ്ഥലമാറി പോയി പുതിയ ജഡ്ജി വന്ന് വിധി പറയുന്നതിന് മുൻപ് തിടുക്കപ്പെട്ട് കൊടുക്കണം. ഇനി ഒരു വർഷമേ ഉള്ളൂ നിയമസഭയിലേക്ക്. ഇതിപ്പം ഞാനൊരു രാഷ്ട്രീയം പറയാമെന്ന് വിചാരിക്കുന്നത്, BJP ഒരു നേതാവാണ് ഇൻവോൾവ് ആയിരിക്കുന്ന ഒരു കേസാണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിലുണ്ടല്ലോ ഈ SFIയുടെ അലിബി എന്തായിരിക്കും അറിയാവോ? റിപ്പോർട്ട് സമർപ്പിക്കാതിരിക്കാനുള്ള അലിബി ഹൈക്കോടതി, ഡൽഹി ഹൈക്കോടതി. ഉദാഹരണം ഞാൻ പറയാം. നിങ്ങളുടെ പേരിൽ ഒരു കേസുണ്ട്. ആ കേസിന് ഞാൻ കോടതിയെ സമീപിച്ചിരിക്കുക. നിങ്ങൾ ഇവർ കുറ്റപത്രം കൊടുക്കാൻ കഴിയില്ല. പക്ഷെ ഇവിടെ എന്താ പ്രശ്നം? ഇത് സ്പെഷ്യൽ കംപ്ലൈന്റ് ആയിട്ടാണ് കൊടുക്കുക. ഇത് ഇവൻ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടായിട്ടുമാണ് കൊടുത്തിരിക്കുന്നത് എക്കണോമിക് ഓഫീസ് കൈകാര്യം ചെയ്ത കോടതിയിൽ. ഇനി ആ വിചാരണ കോടതിയാണ് അത് പരിഗണിക്കേണ്ടത്. പക്ഷേ ഇതിന് പുറത്ത് ഇനി SFIക്ക് എന്തൊക്കെ ചെയ്യാം? ഡൽഹി ഹൈക്കോടതി അന്തിമ വിധി വരുന്നതിന് മുമ്പ് വീണയ്ക്ക് സമൻസ് അയക്കാം. വാർത്താ തലക്കെട്ടാണല്ലോ. വീണ വിജയൻ മുഖ്യമന്ത്രിയുടെ മകൾക്ക് കുരുക്ക്, സമൻസ് അയക്കുന്നു. ആര്? ഈ SFIO. അറസ്റ്റ് ചെയ്യാമല്ലോ വേണമെങ്കിൽ. SFIയെ വേണമെങ്കിൽ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുക്കാം, ചോദ്യം ചെയ്യാം, മണിക്കൂറുകളോളം ടോർച്ചർ ചെയ്യാം. ജാമ്യം കിട്ടാത്ത അവസ്ഥ കേട്ടോ, അത് സ്വാഭാവികമാണ്. പക്ഷെ അവിടെ ജാമ്യം കിട്ടാത്ത കാര്യമൊന്നും ഇതിനകത്തില്ല. അതാണ് രണ്ടാമത്തെ കാര്യം. ഈ കോടതി കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞാൽ കോടതിക്കല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ചെറിയ പ്രശ്നമുണ്ട്. SFIOയുടെ എല്ലാ കൈകാര്യങ്ങളും കഴിഞ്ഞു. ഇനിയുള്ള എന്താ? സാമ്പത്തിക കുറ്റാന്വേഷണ കോടതിയുടെ കയ്യിലാണ് എത്തി സാധനം. ഇനി ലീഗലായി ഫൈറ്റ് ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. 447 ഒക്കെ ചെയ്യണമായിരുന്നു, മുൻപ് ചെയ്യണമായിരുന്നു. അല്ല, ഇനി രണ്ടാമത്തെ ഒരു ഭാഗം നോക്കൂ. അപ്പോൾ ഡൽഹി ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന ഒരു വിഷയത്തിൽ ഈ പറയുന്ന വാർത്താ തലക്കെട്ട് സൃഷ്ടിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട അസംബന്ധ നാടകം എന്നുള്ളതാണ് എന്റെ ആദ്യത്തിലേക്ക്. ഇനി രണ്ടാമത്തെ ഒരു ഭാഗം നോക്കൂ. അപ്പോൾ ഡൽഹി ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന ഒരു വിഷയത്തിൽ ഈ പറയുന്ന വാർത്താ തലക്കെട്ട് സൃഷ്ടിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട അസംബന്ധ നാടകം എന്നുള്ളതാണ് എന്റെ ആദ്യത്തിലേക്ക്. രണ്ടാമത്തെ ഒരു കാര്യം, ഈ കേസിൽ എന്താ പ്രധാനപ്പെട്ട വാദം? അഴിമതിയല്ലല്ലോ വാദം, കൈക്കൂലി കൊടുത്തു എന്നുള്ളതല്ലല്ലോ വാദം, ഫ്രോഡുലന്റ് എന്നല്ല പറഞ്ഞിരിക്കുന്നത്, എക്കണോമിക് ഫ്രോഡുലൻസ് എന്നല്ല പറഞ്ഞിരിക്കുന്നത്, സാമ്പത്തിക വഞ്ചന എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ കേസിൽ യഥാർത്ഥത്തിൽ സാധാരണക്കാരനോട് നമുക്ക് ഇത് വിശദീകരിക്കാൻ പറ്റൂ. സാധാരണക്കാരൻ ഇതിനെ എങ്ങനെ കാണുന്നത്? സ്മൃതി പറഞ്ഞതുപോലെ കാണുക. സ്മൃതി പറഞ്ഞതല്ല SFIയുടെ വാദം. എന്താ സ്മൃതി പറഞ്ഞ വാദം? എന്ത് സർവീസ് നിങ്ങൾ കൊടുത്തു എന്നതല്ല SFIയുടെ കൺസേൺ. ആ കൺസേൺ ഉണ്ടായിരുന്നത് IT ഡിപ്പാർട്ട്മെന്റിന് മാത്രമാണ്. അതാണ് IT ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞത്, നിങ്ങൾ വീണ വിജയന് കൊടുത്തിരിക്കുന്ന പണം നിങ്ങളുടെ ടാക്സ് റിബേറ്റിൽ കാണിക്കാൻ കഴിയില്ല. എത്രയായിരുന്നു? 73 കോടി രൂപ കുറച്ച് കാണിച്ചു എന്നുള്ളതായിരുന്നു ITയുടെ കേസ്. ആ കേസിലാണ് IT സെറ്റിൽമെന്റ് ബോർഡിൽ റിപ്പോർട്ട് കൊടുക്കുന്നത്. ആ 73 കോടിയിലാണ് 1.72 കോടി ഉൾപ്പെട്ടിരുന്നത്. അത് താൻ സർവീസ് കൊടുത്തിട്ടില്ല എന്ന് വീണ വിജയൻ സർവീസ് കൊടുത്തിട്ടില്ല എന്ന് അവിടുത്തെ ചില ഉദ്യോഗസ്ഥർ ഇൻഫോർമലായി പറയുകയും പിന്നീട് അവർ തിരുത്തുകയും ചെയ്തു. ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ടിൽ ആ തിരുത്തൽ വന്നില്ല. ആ തിരുത്തൽ കൊടുത്തി അതേ ഉദ്യോഗസ്ഥർ തിരുത്തി എഴുതി കൊടുത്ത, ഒപ്പിട്ട് കൊടുത്ത കടലാസ് ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോർഡ് പരിഗണിച്ചില്ല. പകരം അവർ എന്ത് പരിഗണിച്ചു? അവർ ആദ്യം ഓറലി പറഞ്ഞ കാര്യങ്ങൾ പരിഗണിച്ചു. അത് എഴുതി ഒപ്പിട്ടതല്ല. അതിന് കീറക്കടലാസിന്റെ വാല്യൂ ഉള്ളൂ എന്ന് നമ്മൾ ഇന്നലെ ശുക്ല കേസിനെ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞതാണ്. അത് ഹവാല കേസിൽ തെളിഞ്ഞതാണ്. അത് തന്നെയാണ് ഹൈക്കോടതി ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നത്. ഏതെങ്കിലും പൊളിറ്റീഷ്യൻസിന്റെ പേര് എഴുതിക്കൊണ്ട് ഒരു കീറക്കടലാസ് വന്നാൽ, ഒരു ഡയറി പേപ്പർ വന്നാൽ, അത് ആധികാരികമായ രേഖയില്ലെങ്കിൽ, ഓഡിറ്റ് ബുക്കിൽ ഇല്ലെങ്കിൽ, അക്കൗണ്ട്സ് ബുക്കിൽ ഇല്ലെങ്കിൽ അത് തെളിവായി ശേഖരിക്കാൻ കഴിയില്ല. അതാണ് ശുക്ല കേസിൽ പറഞ്ഞ വിധി. ആ വിധിയാണ് ഇവിടെയും ബാധകം. അവിടെ അതെങ്ങനെയാണ് IT സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ടിന്റെ പ്രധാനപ്പെട്ട തെളിവായിട്ട് കൊണ്ടുവരാൻ കഴിയുക? ഒരു കടലാസിന്റെ വിലയില്ലാത്ത ലൂസ് ഷീറ്റ്സിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ സ്റ്റേറ്റ്മെന്റുകൾ ഉപയോഗിച്ചുകൊണ്ട് SFIക്ക് കേസുമായി അധികം മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇത് കോടതി ചോദ്യം ചെയ്യപ്പെടും. സംശയം, ഈ കർണാടക ഹൈക്കോടതി സ്റ്റേ കൊടുത്തില്ലല്ലോ. സ്റ്റേ ആവശ്യപ്പെട്ടത് വീണയാണ്, സ്റ്റേ കൊടുത്തില്ല. അതുകൊണ്ട് സുപ്രീം കോടതിയിലേക്ക് പോയില്ല. അതാണ് വരുന്നത്. CMRL കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡൽഹി ഹൈക്കോടതിയിൽ ഈ വിഷയം നിൽക്കുകയാണ്. ആ വിഷയം വന്നു കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇനി സുപ്രീം കോടതി പോകാൻ കഴിയൂ. കാര്യം എന്താ? ഇതിനകത്ത് നേരിട്ട് എക്സാലോജിക്ക് ഒരു കക്ഷിയല്ല. കാരണം എന്താ? എക്സാലോജിക്ക് ഏതെങ്കിലും തരത്തിൽ നഷ്ടമുണ്ടാക്കി എന്നല്ല കേസ്. എക്സാലോജിക്കിനെ ഉപയോഗിച്ച്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ആ വിഷയം മനസ്സിലാക്കുന്നതിൽ ഒരു പ്രശ്നം. എക്സാലോജിക്കിനെ ഉപയോഗിച്ച് CMRLലെ MD ആയ ശശിധരൻ കർത്ത ബോർഡിന് നഷ്ടമുണ്ടാക്കി സാമ്പത്തിക ലാഭം ഉണ്ടാക്കിയിരിക്കുന്നു എന്നതാ കേസ്. എന്ന് പറഞ്ഞാൽ എന്താ? അയാൾ സാമ്പത്തിക ലാഭം ഉണ്ടാക്കിയത്, ശശിധരൻ കർത്ത സാമ്പത്തിക ലാഭം ഉണ്ടാക്കിയത് ഈ ബോർഡിനെ പറ്റിച്ച്, ഈ കമ്പനിയെ പറ്റിച്ച്, ഷോൺ ജോർജിനെ പറ്റിച്ചാണ്. അതിനുവേണ്ടി ആരെ മറയാക്കി ഉപയോഗിച്ചു? ബാക്കിയുള്ള മുഴുവൻ ആളുകളെയും നിപുണയെ ഉപയോഗിച്ചതുപോലെ, മറ്റ് ഏജൻസികളെ ഉപയോഗിച്ചതുപോലെ എക്സാലോജിക്കിനെയും ഉപയോഗിച്ചു എന്നുള്ളതാണ്. സ്മൃതി, ഈ ലോകത്ത് ആരെങ്കിലും വിശ്വസിക്കുമോ ശശിധരൻ കർത്തയ്ക്ക് വേണ്ടിയിട്ട് പണം വെളുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് 1,72,00,000 രൂപ ആദായ നികുതിയുടെ വകുപ്പിൽ ടാക്സ് കൊടുത്ത്, GST കൊടുത്ത്, ഈ പറയുന്ന പ്രൊഫഷണൽ ടാക്സ് കൊടുത്ത് ഈ വീണ വിജയൻ കൈപ്പറ്റിയിരിക്കുന്നത്? ലോകത്തിൽ നിന്ന് വേണമെങ്കിലും കേട്ടുകേൾവിയുണ്ടോ?
സ്മൃതിയുടെ ആവശ്യമാണ്, അതെന്താ എസ് എഫ് ഐയുടെ ആവശ്യമല്ല. ഇല്ല, സാധാരണ എസ് എഫ് ഐയുടെ ആവശ്യമല്ല. അതാണ് ജനങ്ങളെ നിങ്ങൾ എങ്ങനെയാ ധരിപ്പിക്കുന്നത് എന്നുള്ളതാ പ്രശ്നം. ഇതെന്താ അഴിമതിയും സാമ്പത്തിക വഞ്ചനയും കൂട്ടിക്കെട്ടി ജനങ്ങളുടെ മനസ്സിലേക്ക് ഒരു മിഥ്യാധാരണ സൃഷ്ടിക്കുന്ന പ്രചരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താ സംശയം? അതുകൊണ്ടാണ് സ്മൃതി ചോദിക്കുമ്പോൾ എനിക്കിതിനെ എതിർക്കേണ്ടി വരുന്നത്. യഥാർത്ഥത്തിൽ ഇവിടുത്തെ വിഷയം എന്താ? ഈ ശശിധരൻ കർത്ത ഈ വീണാ വിജയനെ ഉപയോഗിച്ച് സാമ്പത്തിക ലാഭം ഉണ്ടാക്കിയിട്ടുണ്ടോ? ആർക്ക് നഷ്ടം ഉണ്ടാക്കി? സാമ്പത്തിക ലാഭം ഉണ്ടാക്കിയോ എന്നുള്ള ചോദ്യമല്ല. എന്റെ ചോദ്യം ചോദിച്ചോട്ടെ. അല്ല, വീണ വിജയന് എന്ത് സേവനത്തിനാണ് പണം കൊടുത്തത്? അതൊന്ന് വ്യക്തമാക്കിയാൽ മതി. മുഖ്യമന്ത്രിയുടെ മകൾക്ക് പണം കൊടുത്തുകൊണ്ട്, മുഖ്യമന്ത്രിയുടെ മകൾക്ക് ഈ പറയുന്ന മാസപ്പടി കൊടുത്തുകൊണ്ട് എന്ത് സ്വാധീനമാണ് മുഖ്യമന്ത്രിയിൽ ചെലുത്താൻ ഈ ശ്രമിച്ചത് എന്ന് ചോദ്യം ചോദിച്ചാൽ മാത്യുക്കുൾനാടൻ കൊടുത്ത കേസിൽ, ഗിരീഷ് ബാബു കൊടുത്ത കേസിൽ ഹൈക്കോടതിയുടെ വിധിയുടെ പേജ് എടുത്ത് വായിച്ചു. മന്ത്രിയും മുഖ്യമന്ത്രിയും ഇതിൽ ഇടപെട്ടതിന്റെ ഒരു തെളിവില്ല. അല്ലല്ല, നിങ്ങൾക്ക് കേരള ഹൈക്കോടതി വിജിലൻസ് അന്വേഷണം വേണ്ട എന്ന് പറയുന്ന ആ ഒരു ഉത്തരവ് മാത്രം ഉത്തരവ് കർണാടക ഹൈക്കോടതി വരുന്ന ഉത്തരവല്ല. കർണാടക ഹൈക്കോടതി സ്റ്റേ ചെയ്തില്ലല്ലോ. അന്വേഷണം മുന്നോട്ട് കൈക്കൂലി ഉണ്ടെന്ന് പറഞ്ഞോ? അഴിമതി ഉണ്ടെന്ന് പറഞ്ഞോ? അന്വേഷണം മുന്നോട്ട് പോട്ടെ. സ്മൃതിക്ക് ബോധ്യമായിട്ടും ബോധ്യമായില്ലെന്ന് നടിക്കുന്നതിനാ? എനിക്ക് അങ്ങനെ ബോധ്യമായിട്ട് നടിക്കുന്നില്ല. എനിക്ക് ബോധ്യമായിട്ട് ഒറ്റ കാര്യമുള്ളൂ. ഇവിടെ രാഷ്ട്രീയ വേട്ട നടത്തുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമൊന്നുമില്ല. രാഷ്ട്രീയ വേട്ട അവിടെ ഒരു നടക്കുന്നുണ്ട്. ഒരു മിനിറ്റ്, എനിക്ക് ഇറ്റ കാര്യം അറിയുള്ളൂ. മുഖ്യമന്ത്രി ഈ കാര്യം വിശദീകരിക്കണം. മുഖ്യമന്ത്രിയുടെ മകളെ പറ്റി ഒരു മിനിറ്റ്. നിയമപ്രകാരം പബ്ലിക് സർവന്റിനെ ഇത് വിശദീകരിക്കാൻ ബാധ്യതയുണ്ട്. നിങ്ങളുടെ പേരിൽ ഞാനൊരു വലിയ അഴിമതി ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ ഹൈക്കോടതി പറഞ്ഞു ആ കേസ് നിങ്ങൾ പോകുന്നു. ആര് പോകുന്നു? നിങ്ങൾ തന്നെ പോകുന്നു. ആ കേസ് വിജിലൻസ് അന്വേഷിക്കണമെന്ന് പറയുന്നു. ഹൈക്കോടതി പറയുന്നു ഇതിൽ സംശയാസ്പദമായി ഒന്നുമില്ലെന്ന് മാത്രവുമല്ല, ഇതേപോലുള്ള കടലാസുമായി എടുത്തു വരുന്നത് രാഷ്ട്രീയ നേതാക്കളുടെ അന്തസ്സിനെ ബാധിക്കുമെന്ന് പറയുന്നത് സംസ്ഥാനത്തെ ഹൈക്കോടതിയുടെ ജഡ്ജിയുടെ വിധിയാ. ആ ജഡ്ജിയുടെ വാക്കുകൾക്ക് സ്മൃതിക്ക് ഒരു വിലയില്ലേ? അല്ല, ഒരൊറ്റ മിനിറ്റ്, ഞാൻ രാഷ്ട്രീയമായ ധാർമ്മികതയാണ് ഞാൻ പറയുന്നത്. ധാർമ്മികമായി ഇത് വിശദീകരിക്കണം. കാരണം മറ്റു രാഷ്ട്രീയ പാർട്ടിയിൽ പറ്റിയ നേതാക്കളുടെ ഏതെങ്കിലും ബന്ധുക്കൾ, അപ്പുറത്തുപ്പുറത്തുള്ള ബന്ധുക്കൾ ഏതെങ്കിലും അഴിമതിയിൽ പെട്ടു കഴിഞ്ഞാൽ ആ മന്ത്രി തന്നെ രാജിവെക്കണമെന്ന് പറയുന്ന പാർട്ടി ഇവിടെ രാജിവെക്കണമെന്ന് മുഖ്യമന്ത്രി ഒന്നാം UPA സർക്കാർ കാലത്ത് റെയിൽവേ മന്ത്രി പവൻകുമാർ ബൻസലിന്റെ അനന്തരവൻ വിജയ് സിംഗ് റെയിൽവേ ബോർഡിന്റെ അംഗത്തിൽ നിന്നും 90 ലക്ഷം രൂപ കൈക്കൂലി. കാലത്ത് റെയിൽവേ മന്ത്രി പവൻകുമാർ ബൻസലിന്റെ അനന്തരവൻ വിജയ് സിംഗ് റെയിൽവേ ബോർഡിന്റെ അംഗത്തിൽ നിന്നും 90 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിയത് പുറത്തു വന്നപ്പോൾ ഇതിൽ രാജി ആവശ്യപ്പെട്ടു CPM. റെയിൽവേ ബോർഡ് എന്താ സ്ഥാപനം? സ്വകാര്യ സ്ഥാപനം. പവൻകുമാറിന്റെ അനന്തരവന്റെ സ്വകാര്യ സ്ഥാപനം. എക്സാലോജിക്ക് മുഖ്യമന്ത്രിയുടെ മകൾ എന്ന് പറയുന്ന ഈ രാജ്യത്ത് ഏത് നിക്ഷേപവും നടത്താൻ ശേഷിയുള്ള ഒരു വ്യക്തിയുടെ സ്വകാര്യ സ്ഥാപനം ആരുമായിട്ടാണ് CMRL എന്ന് പറയുന്ന പ്രൈവറ്റ് കമ്പനിയുമായി. CMRL പ്രൈവറ്റ് എന്ന് പറയുന്ന കട്ടെ, അതിൽ സർക്കാരിന് ഷെയർ ഇല്ലേ? പ്രൈവറ്റ് 87% കിടക്കുന്ന ആളുടെ ഷെയർ 13% താല്പര്യമില്ല എന്ന് താങ്കൾ എത്ര റെയിൽവേ ബോർഡ് എന്ന് പറയുന്ന പൊതുമേഖല സ്ഥാപനത്തെ നിങ്ങൾ എക്സാലോജിക് എന്ന് പറയുന്ന സ്വകാര്യ സ്ഥാപനമായിട്ട് ഇപ്പോൾ റെയിൽവേ പറഞ്ഞുകൊണ്ട് അപ്പുറത്ത് വേറെ മറ്റൊരു ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി അല്ല അടയ്ക്കട്ടെ. നിങ്ങൾ ഇങ്ങനെ CPM പറയുന്ന പോയിന്റ്സ് ഉമ്മൻചാണ്ടി സ്മൃതി ഇപ്പൊ പറഞ്ഞ 3 കാര്യങ്ങൾ. ഒന്ന്, റെയിൽവേ ബോർഡിനെ എക്സാലോജിക്കുമായിട്ട് ഇക്വേറ്റ് ചെയ്യാൻ കഴിയില്ല. റെയിൽവേ ബോർഡിൽ അഴിമതി നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ചോദിച്ചിരിക്കണം. എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് CMRL എന്ന് പറയുന്ന കമ്പനിയുമായി നടത്തിയ ഉഭയകക്ഷിയുടെ കരാറിൽ ഏതെങ്കിലും ക്രമക്കേട് നടന്നിട്ടുണ്ടെങ്കിൽ അന്വേഷിക്കണം. പക്ഷേ വിഷയം എന്താ? എക്സാലോജിക്ക് ലാഭം ഉണ്ടാക്കി എന്നുള്ളതല്ല, CMRL ഉണ്ടാക്കിയ ലാഭം അഥവാ CMRLന്റെ മറ്റു ബോർഡ് അംഗങ്ങൾക്കുണ്ടായ നഷ്ടം എക്സാലോജിക്ക് വഴി ഉണ്ടാക്കിയോ എന്നതാണ് കേസ്. അതാണ് വിചിത്രമായ കേസ്. ആ കേസിനെ സ്മൃതി എങ്ങനെയാണ് വഴിതിരിച്ചുവിടാൻ ശ്രമിക്കുന്നത്? എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനിക്ക് കിട്ടിയ പണം എന്ത് സർവീസ് കൊടുത്തിട്ടാണ്? അങ്ങനെ ഒരു ആക്ഷേപം SFIക്ക് ഇല്ല. SFIയുടെ ആക്ഷേപം എന്ന് പറയുന്നത് ഈ പറയുന്ന ലോൺ അടക്കം വാങ്ങിയിരിക്കുന്ന
പണം എന്ന് പറയുന്നത് ഒരു ഇല്ലീഗൽ പേയ്മെന്റ് എന്ന നിലയിൽ IT ഡിപ്പാർട്ട്മെന്റ് കണ്ടെത്തിയിരിക്കുന്നത് സാമ്പത്തിക വഞ്ചനയാണ്. ആര് വഞ്ചിച്ചു? ശശിധരൻ കർത്ത വഞ്ചിച്ചു. ആരെ വഞ്ചിച്ചു? ശശിധരൻ കർത്തയുടെ ബോർഡ് അംഗങ്ങളെയും ഷെയർ ഹോൾഡേഴ്സിനെയും വഞ്ചിച്ചു. ഈ പറയുന്ന വീണ വിജയന് പൈസ കൊടുക്കുന്നത് വഴി അതുവഴി ഒരു നേട്ടം ശശിധരൻ കർത്ത ഉണ്ടാക്കി. അതെന്ത് നേട്ടമാണെന്ന് ഒന്ന് സ്മൃതി പറഞ്ഞതാ? ഈ പറയുന്ന കുറ്റപത്രത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ? ഈ പറയുന്ന അഴിമതി നിരോധന നിയമപ്രകാരം കൊടുത്ത കേസിൽ എവിടെയെങ്കിലും ഉണ്ടോ? ഹൈക്കോടതി ഉത്തരവിൽ എവിടെയെങ്കിലും ഉണ്ടോ? 1 ഇഞ്ച്, 1 സെന്റ്, 1 മണ്ണ്, 1 ഗ്രാം ഈ പറയുന്ന കരിമണൽ തോട്ടപ്പള്ളിയിൽ നിന്ന് കൊണ്ടുപോകാൻ LDF അനുവാദം കൊടുത്തതിന്റെ ഒരു കടലാസ് കാണിക്ക്. ആകെ കൊടുത്ത ഒരേ ഒരു പാർട്ടിയേ ഉള്ളൂ, അത് കോൺഗ്രസ് ആണ്. 2004 അതിനുശേഷം VS അച്യുതാനന്ദനാണ് ആ സർക്കാരിന്റെ ഉത്തരവ് റദ്ദ് ചെയ്തത്. അതിനുശേഷമാണ് പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് കളക്ടർമാർ പലതവണ ഈ ലാൻഡ് സീലിംഗ് അടക്കമുള്ള കാര്യത്തിൽ, ഈ ഖനനത്തിന്റെ കാര്യത്തിലടക്കം സ്വകാര്യ കമ്പനിയുടെ ഭാഗത്ത് നിൽക്കുമ്പോഴും കൊടുക്കേണ്ട എന്ന നിലപാടെടുത്തത്. 1 രൂപ വാങ്ങിയിട്ടില്ല, ഒരു മണൽ പോയിട്ടില്ല. ആ വസ്തുത നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ 2004 മറവിൽ കഴിഞ്ഞ 5 വർഷമായി അവിടെ മണൽ വാരിയാണെന്നാണ് പരാതിക്കാരൻ പറയുന്നത്. വിശദീകരിക്കാണ്. ആരാണ് ഈ തോട്ടപ്പള്ളിയിൽ മണൽ വാരാനുള്ള അംഗീകൃത കമ്പനികൾ? ആരൊക്കെയാണ്? 1 KMML, കേരള സർക്കാരിന്റെ പൊതുമേഖലാ സ്ഥാപനമാണ്. രണ്ടാമത്തെ താര IREL, കേന്ദ്ര സർക്കാരിന്റെ പൊതുമേഖലാ സ്ഥാപനമാണ്. സ്മൃതി മനസ്സിലാക്കേണ്ടത്, KMML നിന്ന് ഈ CMRL കരിമണൽ വാങ്ങുന്നുണ്ടോ? KMML CMRL തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ബന്ധമില്ല. പകരം ആരൊക്കെ തമ്മിലാണ് ബന്ധം? KMML IREL കൊടുക്കുന്നു, IREL അവിടെ നിന്ന് ഇൽമനേറ്റ് വേർതിരിച്ച് CMRL കൊടുക്കുന്നു. മുഖ്യമന്ത്രിക്ക് പണം കൊടുത്തതുകൊണ്ട് കേന്ദ്ര ഏജൻസിയുടെ പൊതുമേഖലാ സ്ഥാപനം CMRL എങ്ങനെയാണ് കരിമണൽ കൊടുക്കുക? എങ്ങനെ ഇൽമനേറ്റ് കൊടുക്കുക? ഈ വാദമല്ലേ പൊളിയാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ പൊളിക്കുന്നതിന് മുമ്പ് ഇതിനെ 2 കോടി അഴിമതിയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ആ വിഷയം അഴിമതിയല്ല എന്നുള്ളതാണ് ഒരു ബോധ്യം നമുക്ക് ഉണ്ടാവേണ്ടത്. അതെന്തിനാണ് നിങ്ങളുടെ മകന്റെ ഒരു കേസിൽ മുഖ്യമന്ത്രി പോയി വിശദീകരണം നൽകുന്നത്? എന്തിനാ? മുഖ്യമന്ത്രി ഏതെങ്കിലും ഒരു വഴിവിട്ട നീക്കം നടത്തിയെന്ന് സ്മൃതി പറഞ്ഞാൽ ആ നിമിഷം ഞാൻ പറയും, ഈ മുഖ്യമന്ത്രി പറയണം ഏത് നീക്കം പറയൂ. 1 ഗ്രാം കൊടുത്ത കഥ പറയൂ. 1 രൂപയ്ക്ക് അനധികൃതമായിട്ട് വഴിവിട്ട നീക്കം നടത്തിയ ഒരു എക്സാമ്പിൾ പറയൂ. ഈ ആലപ്പുഴ കളക്ടറുടെ ഉത്തരവ് അംഗീകരിച്ചോ? ലാൻഡ് സീലിംഗിന്റെ ഉത്തരവ് അംഗീകരിച്ചോ? ഉത്തരവ് അംഗീകരിച്ചത് മാത്രമല്ല, റദ്ദ് ചെയ്യാൻ തീരുമാനിച്ചു. CMRL കൊടുത്തിരിക്കുന്ന 3 പ്രധാനപ്പെട്ട അപേക്ഷകൾ 3ലും നെഗറ്റീവായ തീരുമാനം. കരിമണൽ ഖനനം ചെയ്യാൻ അനുമതി കൊടുത്തില്ല. അനുമതി കൊടുത്ത പാർട്ടി കോൺഗ്രസ് ആണ്. അത് AK ആന്റണി സർക്കാർ കഴിഞ്ഞ് ഉമ്മൻചാണ്ടി സർക്കാർ വരുമ്പോഴാണ്. അത് 10 ദിവസത്തേക്ക് കൊടുത്തു. 10,000 കോടിയിലധികം ടൺ കണക്കിന് അവിടെ നിന്ന് കരിമണൽ കടത്തിക്കൊണ്ടുപോയി. ഇതൊന്നും സംഭവിച്ചിട്ടില്ല CPM-ന്റെ കാലത്ത്. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്, ഇതിൽ ഒരു സ്വകാര്യ കമ്പനിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മുഖ്യമന്ത്രി വിശദീകരണം നൽകുന്നത് ഇതൊരു പുകമറ സൃഷ്ടിക്കലാണ്. അതിന് ഞാൻ പറയുന്നത് സ്മൃതി അടക്കമുള്ള മാധ്യമപ്രവർത്തകർ അതിൽ കുടുങ്ങിപ്പോകരുത് എന്നുള്ളതാണ് എന്റെ ടേക്ക്. അതിന്റെ കാരണം, ഇത് ഒരു സാമ്പത്തിക വഞ്ചന എന്ന പേരിൽ കൊണ്ടുവരുന്ന ഈ കേസ് അഴിമതിയുടെ കേസായി ഒരു പുകമറ സൃഷ്ടിക്കുക എന്നതാണ് ഉദ്ദേശം. അതിന്റെ പേരിലാണ് സ്മൃതി ചോദിക്കുന്ന ചോദ്യം ജനങ്ങളുടെ മനസ്സിൽ പതിയുന്നത് കൊണ്ടാണ്. എന്ത് സേവനം ചെയ്തു? അത് ആ കമ്പനികൾ തമ്മിലുള്ള ഇടപാടാണ്. നിങ്ങൾ ടാക്സ് അടച്ച് 26A പ്രകാരം നിങ്ങളുടെ ടാക്സ് അക്കൗണ്ടിൽ കാണിച്ചു. റിപ്പോർട്ട് അവഗണിച്ചു IT റിപ്പോർട്ട്. എഴുതി കൊടുത്ത ഈ ഫിനാൻസ് ഓഫീസറുടെ റിപ്പോർട്ട് അവഗണിച്ചു IT ബോർഡ്. ആ സെറ്റിൽമെന്റ് ബോർഡ് തന്നെ തയ്യാറാക്കിയ റിപ്പോർട്ടാണ്. അതിൽ എന്തൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത് പിന്നീട് നമുക്ക് പറയാം. ഇനി അപ്പോൾ ചുരുക്കത്തിൽ സേവന നികുതിയും ഇൻകം ടാക്സും അടച്ച് കരാർ ഒപ്പിട്ടുകൊണ്ട് ഈ രാജ്യത്ത് ഒരു അഴിമതിയെങ്കിലും നടന്നിട്ടുണ്ട് എന്ന് ഒരാൾക്ക് സ്ഥാപിക്കാൻ കഴിയില്ല. അത് ഒരു അസംബന്ധമായിട്ടുള്ള വാദമാണ്. ആ വാദവും നിലനിൽക്കില്ല. മൂന്നാമത്തെ കാര്യം, 3 വിജിലൻസ് കോടതികളും തള്ളി, ഡൽഹി ഹൈക്കോടതിയും തള്ളി, കേരളത്തിലെ ഹൈക്കോടതിയും തള്ളിയ വിഷയമാണ്. ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള അനധികൃതമായ നേട്ടം CMRL സംസ്ഥാന സർക്കാരിന്റെ ഏതെങ്കിലും ഒരു തീരുമാനം വഴി ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്നുള്ളത്. കരിമണൽ ഖനനാനുമതി നൽകിയിട്ടില്ല. ലാൻഡ് സീലിംഗിന്റെ പരിധി അത് ഉയർത്തണമെന്നുള്ളതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഉത്തരവ് അത് അംഗീകരിച്ചിട്ടില്ല. KMML KSEDCക്കും CMRL-നുമായിട്ട് ഒരു ബന്ധമില്ല എന്നുള്ളതാണ് ഏറ്റവും KMML-ന് CMRL-നുമായിട്ട് ഒരു ബന്ധവുമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ചുരുക്കത്തിൽ ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ മുന്നിൽ നിൽക്കുന്ന സാഹചര്യത്തിലും ഈ 197.70 കോടി എന്ന് പറയുന്ന കണക്കുമായി വന്ന് അതിൽ 195 കോടിയിൽ 73 കോടി രൂപ കൈപ്പറ്റിയിരിക്കുന്ന ഈ ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോർഡിന്റെ 20ാമത്തെ പേജിൽ പറഞ്ഞിരിക്കുന്ന നേതാക്കളുടെ പേര് വിവരങ്ങളുണ്ടല്ലോ, ആ പേര് വിവരങ്ങളിൽ ഒന്നും സ്പർശിക്കാതെ ഇങ്ങനെയൊരു കേസ് വളരെ പെട്ടെന്ന് ഡൽഹി ഹൈക്കോടതി ഉത്തരവ് വരുന്നതിന് മുമ്പ് SFIO നീങ്ങണമെന്നുണ്ടെങ്കിൽ അതിനൊരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ. അത് നേരത്തെ സ്വർണ്ണക്കടത്തിൽ നടന്നതുപോലെ അതിന്റെ 2ാമത്തെ അധ്യായം നടത്തണം. അതുവഴി ക്രെഡിബിലിറ്റി ഷേക്ക് ചെയ്യണം. അതുവഴി മുഖ്യമന്ത്രിയെ പ്രതിക്കൂട്ടിലാക്കണം. അതുവഴി ഇടതുപക്ഷ സർക്കാരിനെ അറ്റാക്ക് ചെയ്യണം എന്നുള്ള രാഷ്ട്രീയ നീക്കം തന്നെയാണെന്ന സംശയത്തിൽ അധികമൊന്നും ചിന്തിക്കേണ്ടതില്ല എന്നുള്ളതാണ്. ഇത് മനസ്സിലാക്കാതെ പോകുന്നത് കൊണ്ടാണ് നമ്മളിപ്പോഴും ഈ SFIO-യുമായി ബന്ധപ്പെട്ട വിഷയം എന്തോ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ബന്ധപ്പെട്ട വിഷയമാണ് എന്ന മട്ടിൽ വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ബന്ധവുമില്ല എന്നുള്ളത് കോടതി അസന്ദിഗ്ധമായി പറഞ്ഞിട്ടുള്ളതാണ്. അതിനുശേഷം വരുന്ന അന്വേഷണത്തിന്റെ രാഷ്ട്രീയം നേരത്തെ വിശദീകരിച്ചതുമാണ്. കേരളത്തിലെ മാധ്യമ മുതലാളിമാരുണ്ടല്ലോ, എണ്ണി CMRL-നോട് വാങ്ങിയല്ലോ പണം, എന്തേ പറയാത്തത്? ഒരക്ഷരം പോലും മിണ്ടുന്നില്ലല്ലോ. എന്റെ മുതലാളി ഇത്ര പൈസ മേടിച്ചത് കേരളത്തിൽ ഏതെങ്കിലും മുതലാളി പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും മാധ്യമപ്രവർത്തകൻ പറഞ്ഞിട്ടുണ്ടല്ലോ? ഒരാൾ പോലും പറഞ്ഞിട്ടില്ലല്ലോ. ഒരു കമ്പനി ഇപ്പൊ പിണറായി വിജയന്റെ മകളല്ല, ഞാനൊരു കമ്പനി കൊടുക്കും, നിങ്ങൾക്ക് എല്ലാം കമ്പനി തുടങ്ങാലോ. കമ്പനി തുടങ്ങിയാൽ എനിക്ക് ആരുമായിട്ട് എഗ്രിമെന്റ് ഉണ്ടാക്കാലോ. ആ എഗ്രിമെന്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ 2 കാര്യം നോക്കുന്നുള്ളൂ. നിങ്ങളോട് ഞാനൊരു ധാരണ ഉണ്ടാക്കി, വെറുതെ എന്റെ മനസ്സിലിരിക്കുന്ന ബുദ്ധി നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ എനിക്ക് പൈസ പഠിക്കാലോ. അതിന് സേവനം എന്ന് പറയാ, അതിനാണ് സേവനം എന്ന് പറയാ. അതിന് ഇന്ന ഡോക്യുമെന്റ് വേണം, മറ്റേ സർവർ വേണം, മറ്റേ കമ്പനി വേണമെന്നൊന്നും ആവശ്യമില്ല. ആ സേവനത്തിന് ഒറ്റ കാരണമേ ഉള്ളൂ. എന്താണെന്ന് അറിയോ? ഞാൻ എന്താണോ സേവനം നടത്തുന്നത്, എന്റെ ബുദ്ധിയാകാം, എന്റെ കഴിവാകാം, എന്റെ കമ്പനി സപ്പോർട്ടാവാം, എല്ലാം ഒരു സേവനമാണ്. ആ സേവനത്തിന് ഇന്ത്യ നിയമപ്രകാരം ഒറ്റ നിയമമേ ഉള്ളൂ. എന്താണെന്നറിയോ? നിങ്ങൾ പണം
മേടിക്കുമ്പോൾ GST അടച്ച ബില്ല് തരണം. Yes. അത് മാത്രമേ ആവശ്യമുള്ളൂ. വീണ വിജയൻ GST അടച്ച ബില്ല് CMRL കൊടുത്തിട്ടുണ്ടോ? അതോടുകൂടി കഴിഞ്ഞു. അത് വ്യാജമായിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല. ഓരോ മാസം പണം വാങ്ങുമ്പോൾ GST ബില്ല് കൊടുക്കണം. ഒരു മാസം GST ബില്ല് ആ മാസം കൊടുക്കും. അല്ലാതെ എല്ലാം കൂടി കൂട്ടി 10ാമത്തെ മാസം കൊടുക്കാൻ പറ്റുമല്ലോ. എല്ലാ മാസവും കറക്റ്റായിട്ട് വീണ വിജയൻ കൊടുത്തിട്ടുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. അതിന്റെ അപ്പുറം ഒന്നുമില്ല. അതിന്റെ അകത്ത് അഴിമതി കണ്ടെത്താൻ പറ്റില്ല എന്ന് തീരുമാനിച്ച ആളാരോ കേരള ഹൈക്കോടതിയാ. അവിടെ ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. അതിനപ്പുറം നിന്നിട്ടാണ് പറയുന്നത് എന്ത് സേവന കൊടുത്തതെന്ന് പറ.